Meet the editors. കുരയ്ക്ക് മുകളിലേക്കോ എന്നാണ് ചോദ്യം. ചർച്ചയിലേക്ക് വരും മുമ്പ് ഈ വിവാദമുണ്ടായതിനു ശേഷം മുരാരി ബാബു ഒരൊറ്റത്തവണയാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തുകൊണ്ടാണ് 1998 വിജയ് മല്യ സ്വന്തം പാകിയതാണ് ഈ ദ്വാരപാലക പാളികളെന്ന് കൃത്യമായിട്ടറിയാവുന്ന മുരാരി ബാബു സ്വർണം പൂശാനുള്ള ചെമ്പു തകിടുകൾ എന്ന് റെക്കോർഡിൽ രേഖപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം. സ്വർണ്ണപ്പാളികൾക്ക് പകരം അത് ചെമ്പ് തകിടുകൾ എന്ന് മുരാരി ബാബു എന്തുകൊണ്ട് എഴുതി എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് കഴിഞ്ഞ 10-ാം തീയതി, ഒക്ടോബർ മാസം 10-ാം തീയതി മുരാരി ബാബു നൽകിയ ഒരു മറുപടിയുണ്ട്. നമുക്ക് ആ മറുപടി കൂടി ഒന്ന് കേൾക്കാം. ഇത് വെളുത്തിരുന്നു, ചെമ്പ് തെളിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും അത് വൃത്തിയാക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഒരാൾ സ്പോൺസർഷിപ്പിൽ വരുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുക, പിന്നെ അത് തന്ത്രിയോട് വാങ്ങിക്കുക. തന്ത്രിയുടെ ഒരു കത്താണ് അതിനെല്ലാം അടിസ്ഥാനം. തന്ത്രിയുടെ കത്ത് വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം ആ കത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്വർണം പൂശിയിരുന്നത് ചെമ്പ് തെളിഞ്ഞിട്ടുള്ളതിനാൽ അത് സ്വർണം പൂശാവുന്നതാണ്. കുരുക്ക് മുകളിലേക്കാണോ എന്നാണ് ചോദ്യം. സ്മൃതി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ആരാണെന്നറിയാമോ? 35 വർഷം ദേവസ്വം ബോർഡിൽ സർവീസുള്ള, ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന മുരാരി ബാബു എന്നൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കുരുക്ക് മുകളിലേക്കാണോ? കുരുക്ക് മുകളിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം ദേവസ്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശബരിമലയിൽ അധികാരികളിൽ ഒരാൾ അറസ്റ്റിലാക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം നിൽക്കുന്നത്. ആ അറസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നു. ആ അറസ്റ്റിൽ സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണം എന്നുള്ളത് സ്വർണ്ണപ്പാളി, ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയ ആളാണ്. മഹസറിൽ രേഖപ്പെടുത്തുക മാത്രമല്ല, ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ മുരാരി ബാബുവിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ആ പ്രതികരണമാണല്ലോ കണ്ടത്. ലോഹപ്പാളി എന്ന് എഴുതിയതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തിലാണ് അന്നത്തെ പ്രതികരണം നടന്നിരിക്കുന്നത്. നമുക്ക് ഈ അറസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ രാത്രി 10 മണിയോടെ മുരാരി ബാബുവിനെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം അർദ്ധരാത്രി മുഴുവൻ ചോദ്യം ചെയ്യലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുവരെയും മുരാരി ബാബുവിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുകയായിരുന്നു അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെ മുരാരി ബാബുവിൽ നിന്നും അന്വേഷണ സംഘത്തിന് SITക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 35 വർഷം എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനെ മാറി മാറി വരുന്നു. പക്ഷേ മുരാരി ബാബു അവിടെയുണ്ട്. മുരാരി ബാബു അവിടെ ദേവസ്വം ഗാർഡായി വന്ന ശേഷം ഇപ്പോൾ ഏറ്റവും മുകളിലെ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു താപ്പാന എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതായത് ദേവസ്വം ബോർഡുകൾക്ക് മുകളിൽ, ദേവസ്വം ബോർഡുകളെ തന്നെ നിയന്ത്രിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്ന, അവിടെ കാലങ്ങളായുള്ള വർഷങ്ങളായി ഞാൻ അവിടെ ഉണ്ടല്ലോ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് മുരാരി ബാബു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് SIT തലവൻ ശ്രീ വെങ്കടേഷ് അവിടെ എത്തുന്നു. അല്പനേരം അവിടെ ചർച്ച നടത്തിയതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ കിട്ടുകയും SITക്ക് അകത്ത് ഒരു വലിയ ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട്. മുരാരി ബാബു വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോടതിയിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല മുരാരി ബാബുവിനെ. എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല? വേണ്ട വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വിവരങ്ങൾ ഇനി പോകുക കൂടുതൽ അറസ്റ്റുകളിലേക്കാണോ എന്നാണ് നമുക്കറിയേണ്ടത്. SIT വളരെ ശ്രദ്ധിച്ച് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ കൂടിയാലോചനയിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വിടരുത് എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന രേഖയാണ്. ആ രേഖയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും 2019 നടന്ന സംഭവങ്ങൾക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് 2019 കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് എന്തിനെ തന്ത്രിയെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യം കോടതിയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ കോടതിയുടെ പരാമർശം രേഖകളിൽ നിന്ന് നീക്കണമെന്നൊരാവശ്യമായി പ്രശാന്ത് കോടതിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വെറുതെ കോടതി ഒരു കാര്യം പറയില്ല. കോടതിക്ക് കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന റിപ്പോർട്ട് എന്ത് എന്നതും പ്രധാനമാണ്. 2019 മുതൽ 2025 വരെയുള്ള കാര്യങ്ങളാണല്ലോ കോടതി പരിശോധിക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും വിരമിച്ച ചില ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ തന്നെയും മുരാരി ബാബു പറഞ്ഞത് പ്രകാരം പ്രവർത്തിച്ചു എന്നതാണ് അവർക്കെതിരെ വന്നിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതിനു മുകളിൽ മുരാരി ബാബുവിനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടോ? മുരാരി ബാബുവിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുണ്ടോ? അതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരാളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് അയാളിലേക്കാണ് പോവുക.
അപ്പോൾ ഈ സ്വർണ്ണപ്പാളി പുറത്ത് ഇപ്പോഴും സ്വർണം സംബന്ധിച്ച വിവരം SIT കിട്ടിയിട്ടില്ല കേട്ടോ. ഈ കൊണ്ടുപോയ ഒറിജിനൽ സ്വർണം സംബന്ധിച്ച് ഇപ്പോഴും SIT ഇരുട്ടിൽ തപ്പുകയാണ്. ആ സ്വർണം ഒരുക്കിയോ വിറ്റോ അതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന ഈ പോറ്റിയെ കാണാൻ ഈ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. വീടിനടുത്തുള്ള നക്ഷത്ര ഹോട്ടലിൽ വെച്ച് പല കൂടിയാലോചനകളും നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന പല മേൽശാന്തിമാരും ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്രകൾ നടത്തിയിരുന്നു. വിദേശയാത്രയ്ക്കൊക്കെ ഇവരെയൊക്കെ ക്ഷണിക്കുകയൊക്കെ ചെയ്യും. അതിനെ അസ്വാഭാവികമായി കാണാൻ പറ്റില്ല. പക്ഷേ ഇടയ്ക്കിടെയുള്ള യാത്രകളും അതിനുശേഷം സ്വർണ്ണമണിഞ്ഞുള്ള തിരിച്ചു വരലും അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. അപ്പോൾ ആരാണ് ഈ താപ്പാനയ്ക്കും മുകളിലുള്ള താപ്പാന? മുരാരി ബാബുവിന് നിർദ്ദേശം നൽകുന്ന ആരാണ്? അതാണ് അറിയേണ്ടത്. അത് ഇപ്പോൾ SITക്ക് ആ വിവരം കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ട് മുരാരി ബാബുവിൽ നിന്ന് തൽക്കാലം ഇനി പുതിയ വിവരങ്ങളൊന്നും കിട്ടേണ്ടതില്ല. അതുകൊണ്ടാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നേരത്തെ നമുക്കറിയാം പോറ്റിയെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുക്കുന്നുണ്ട്. 14 ദിവസത്തേക്കാണ് അന്ന് കൊടുത്തത്. അപ്പോൾ പോറ്റിയെ കൊടുക്കുന്നതിനും അത്രയും വേഗം തന്നെ കൊടുക്കുന്നതിനും കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം പോറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതും അറിഞ്ഞിരിക്കുന്നു. പോറ്റിയും മുരാരി ബാബുവും ഇരുന്നുള്ള ചോദ്യം ചെയ്യലും കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിലവിൽ ഇനി വിളിപ്പിക്കുമ്പോൾ വന്നാൽ മതി എന്നുള്ളതാണ്, ഇനി വേണ്ടപ്പോൾ വിളിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ല, നിലവിൽ ഇപ്പോൾ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജയിലിലേക്കാണല്ലോ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മുരാരി ബാബു പ്രധാനപ്പെട്ട അറസ്റ്റാണ്. ഇനി അതിലും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് നീങ്ങുന്നു. അതിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. അടുത്ത അറസ്റ്റ് വരുമ്പോഴേ നമുക്കറിയാൻ കഴിയൂ. ആ അറസ്റ്റ് ഒരു രാഷ്ട്രീയ ബന്ധമുള്ള ആളിലേക്കാണോ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ അന്നത്തെ സർക്കാരിനെ കൂടി 2019 ഇപ്പോഴും ഇടത് സർക്കാർ തന്നെ അന്ന് സർക്കാരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ പ്രതിക്കൂട്ടിലാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോൾ അന്നത്തെ മന്ത്രിയും ദേവസ്വം മന്ത്രിയും പ്രതിക്കൂട്ടിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇതിലെ ആത്മാർത്ഥതയെ നമ്മൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം വളരെ കൃത്യമായി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് നിലവിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ മുരാരി ബാബു? എന്താണ് മുരാരി ബാബു ശബരിമലയിൽ ചെയ്ത കുറ്റം? ഞാൻ 2 കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, മുരാരി ബാബുവിൻ്റെ ഒരു ലഘുചരിത്രം പ്രേക്ഷകർക്ക് പറയുമ്പോൾ ഈ മുരാരി ബാബു ആരാണ്, എങ്ങനെയാണ് മുരാരി ബാബു ഇത്ര സ്വാധീനശേഷിയുള്ള ആളായി മാറിയത് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. രണ്ടാമത്, മുരാരി ബാബു എന്താണ് ശബരിമലയിൽ ചെയ്തിരിക്കുന്നതായിട്ട് ദേവസ്വം വിജിലൻസും SITയും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് വന്നാൽ ആരാണ് ഈ മുരാരി ബാബു? 30 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ഗാർഡായിട്ട് ജോയിൻ ചെയ്ത ഒരു ജീവനക്കാരനാണ് മുരാരി ബാബു. അധികം സ്വത്തോ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്വാധീനശേഷി ഒന്നുമില്ലാതിരുന്ന പെരുന്ന സ്വദേശിയായ മുരാരി ബാബു ദേവസ്വം ബോർഡിൽ സർവീസിലേക്ക് വരുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ 1995. പ്രേക്ഷകർ, ഞാൻ ഈ 30 വർഷമെന്ന് പറയാനൊരു കാരണമുണ്ട്. മുരാരി ബാബു സർവീസിൽ കയറി 3 വർഷത്തിന് ശേഷമാണ് സന്നിധാനത്ത് വിജയ് മല്യ ഈ സ്വർണം പൂശുന്നത്. അതായത് സന്നിധാനത്തെ സ്വർണം പൂശലിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ ഗാർഡായിരുന്ന ഈ പറയുന്ന മുരാരി ബാബു. അപ്പോൾ മുരാരി ബാബു ഈ വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് ദേവസ്വം ബോർഡിലുണ്ട് ഗാർഡായിട്ട് എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഗാർഡായിരുന്ന മുരാരി ബാബു പിന്നീട് LD ക്ലർക്കാവുന്നു, UD ക്ലർക്കാവുന്നു, ഹെഡ് ക്ലർക്കാവുന്നു, സൂപ്രണ്ടാവുന്നു, അസിസ്റ്റന്റ് കമ്മീഷണർ ആവുന്നു, അതിനുശേഷം ഡെപ്യൂട്ടി കമ്മീഷണർ ആവുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വളരെ പ്രധാനപ്പെട്ട കമ്മീഷണർക്ക് തൊട്ട് താഴെയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന തസ്തികയിലാണ് ഇപ്പോൾ ഈ മുരാരി ബാബു ഇരിക്കുന്നത്. എവിടെയാണ്? ഹരിപ്പാടാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ സർവീസ് ചരിത്രം ഇതാണെങ്കിൽ, ഇദ്ദേഹം ജോലി ചെയ്തിരിക്കുന്ന വൈക്കത്തെയും ഏറ്റുമാനൂരിലെയും ക്ഷേത്രങ്ങളിൽ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈക്കത്തെ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഏറ്റുമാനൂരിൽ ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ബോധ്യമായത്? ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് എന്താ കണ്ടെത്തിയത്? 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലേറ്റവും നിർണായകമായ കാര്യങ്ങൾ, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിക്കും അപ്പുറത്തേക്ക് മുരാരി ബാബുവിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹം ഇതിനു മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന ഏറ്റുമാനൂരിൽ നടത്തിയ ദുരൂഹമായ ഇടപാടുകളും 2 ഈ ദേവസ്വം ബോർഡിൽ ശബരിമലയിലെത്തിയതിനു ശേഷം നടത്തിയ ഇടപാടുകളുമാണ്. അതിൽ ഏറ്റുമാനൂരിലേക്ക് വന്നാൽ, ഏറ്റുമാനൂരിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന കാലത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് ഈ ദേവസ്വം വിജിലൻസ് ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു. അന്ന് ശബരിമലയിൽ
ഒരു അഗ്നിബാധ, ഏറ്റുമാനൂരിൽ ശ്രീകോവിലിനുള്ളിൽ ഒരു അഗ്നിബാധ ഉണ്ടാകുന്നുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പാണ്, 2021 ജനുവരി മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ ഏറ്റുമാനൂരിൽ ശ്രീകോവിലിന് ഉള്ളിലുണ്ടാവുന്ന അഗ്നിബാധ പുറത്താരും അറിഞ്ഞില്ല. അത് മൂടി വെച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഏറ്റുമാനൂരിലുള്ള ഒരു നാഗപത്തി എന്ന് പറയുന്ന ദേവൻ്റെ ഒരു ആഭരണം, ആ നാഗപത്തി ഈ ശ്രീകോവിൽ തീ പിടിച്ചപ്പോൾ അതിൻ്റെ സ്വർണ്ണപ്രഭ നഷ്ടപ്പെടുന്നു. ആ നാഗപത്തി പിന്നീട് സ്വർണം വിളക്കി ചേർത്തു എന്നതാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ. ഓർമ്മിക്കണം, ഈ നാഗപത്തിയിൽ സ്വർണം പൂശാനുള്ള അനുമതി ദേവസ്വം ബോർഡിൽ നിന്ന് ഈ മുരാരി ബാബു വാങ്ങിയിട്ടില്ല. നോക്കൂ, എങ്ങനെയാണോ ശബരിമലയിൽ സ്വർണം പൂശാൻ വേണ്ടി പാളികൾ കൊണ്ടുപോയത്, സമാനമായ ഒരു കാര്യം ഏറ്റുമാനൂരിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുണ്ട്. അതിനുശേഷം ആ വിജിലൻസ് റിപ്പോർട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ, അത് ഞാൻ പറയാം. ഇനി അപ്പോൾ നാഗപത്തിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. ഈ നാഗപത്തി അങ്ങനെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ന്യായമായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്, ഏറ്റുമാനൂരിലെ ക്ഷേത്രത്തിൽ ഈ സ്വർണം പൂശിയ ചില കുടകളുണ്ട്. ആ കുടകളുടെ ചന്ദ്രക്കലയുണ്ടല്ലോ, ആ ചന്ദ്രക്കല ഇളകിപ്പോയപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും അതിനോടൊപ്പം ഈ നാഗപത്തി കൂടി കൊണ്ടുപോയി വിളക്കി ചേർത്തു എന്നാണ് പറയുന്നത്. അതിൽ സ്വർണം എത്ര കുറഞ്ഞു, എത്ര വലിയ തട്ടിപ്പ് നടന്നു, ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ അത് ദുരൂഹമാണ് എന്നാണ് ദേവസ്വത്തിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് മാത്രമല്ല, അതിനുശേഷം 2021 ഈ അഗ്നിബാധയുടെ വിഷയം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവിടെ 6 പ്രധാനപ്പെട്ട ഉരുപ്പടികൾ കാണാതെ പോകുന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രുദ്രാക്ഷമാലയാണ്, സ്വർണ്ണ രുദ്രാക്ഷമാല. അത് അവിടുത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഒരു ജയലാൽ 2005-2006 കാലഘട്ടങ്ങളിൽ ഏറ്റുമാനൂരിലേക്ക് കൊടുത്ത ഒരു രുദ്രാക്ഷമാലയാണ്. ആ സ്വർണം കിട്ടിയ രുദ്രാക്ഷമാല ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് കാണാതെ പോയി എന്നൊരു വലിയ വാർത്തയുണ്ടായിരുന്നു. അതുമാത്രമല്ല, 6ഓളം ഇത്തരത്തിലുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളാണ് കാണാതെ പോയത്. ഓർമ്മിക്കണം, ഏറ്റുമാനൂർ അമ്പലത്തിൽ ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ 16 ദിവസത്തിനുള്ളിൽ ഈ കാണാതെ പോയ 6 ഉരുപ്പടികളും അവിടെ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയാണോ മലബാർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ അലമാരയിൽ സ്വർണം കൊണ്ടുവച്ചത്, സമാനമായ സാഹചര്യത്തിലാണ് ഏറ്റുമാനൂരിൽ കളവ് പോയ ഉരുപ്പടികൾ അവിടെ എത്തുന്നത്. ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യവും ദുരൂഹമായി തുടരുന്ന ഒന്നാണ്. അപ്പോൾ ദേവസ്വം വിജിലൻസിൽ ഏറ്റുമാനൂരിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാമർശമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ആരോപണ വിധേയരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ശബരിമലയിലെ ദേവസ്വം തസ്തികകളിൽ നിയമിക്കാമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ വ്യക്തമായി പറയുന്നു, ആരോപണ വിധേയരായ ഒരു ഉദ്യോഗസ്ഥനെയും ശബരിമലയിലെ പ്രധാന തസ്തികകളിലേക്ക് നിയമിക്കരുത്. ഇതാണ് വസ്തുതയെന്നിരിക്കെ ഏറ്റുമാനൂരിൽ ക്രമക്കേട് നടത്തി എന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുള്ള ഈ മുരാരി ബാബുവിനെ എങ്ങനെയാണ് സന്നിധാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലൊരു തസ്തികയിൽ നിയമിച്ചത്? എങ്ങനെയാണ് അവിടെ നിന്ന് പ്രൊമോഷൻ കൊടുത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എങ്ങനെയാണ് അവിടെ നിന്ന് വീണ്ടും ഉയർത്തി ഡെപ്യൂട്ടി കമ്മീഷണറാക്കി മാറ്റിയത്? ഈ ചോദ്യത്തിലാണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടത്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ എന്തുകൊണ്ട് അന്വേഷണത്തിന് തയ്യാറെടുത്തില്ല? എന്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല? എന്തുകൊണ്ട് ഈ മുരാരി ബാബുവിനെതിരെ നടപടി ഉണ്ടായില്ല? പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. സംശയമുന്നകളെല്ലാം നീളുന്നത് ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ വലിയ സ്വാധീനശേഷി ഈ മുരാരി ബാബുവിന് ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പെരുന്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ ഈ ചോദ്യം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലുമുണ്ട്, മാധ്യമപ്രവർത്തകരുടെ ഇടയിലുമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ സമുദായ സംഘടനയുടെ ഒരു സ്വാധീനവുമില്ല കേട്ടോ, ഒരു പിന്തുണയും അദ്ദേഹത്തിനില്ല. അവിടെ നിന്ന് അദ്ദേഹത്തെ ആ സമുദായ സംഘടനയുടെ അടിസ്ഥാന യൂണിറ്റിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വലിയ സ്വാധീനശേഷിയുള്ള ഒരാളായിരുന്നു മുരാരി ബാബു. ആ മുരാരി ബാബുവിനെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് മാത്രമല്ല ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിലുള്ളത്. അവിടെ പല ഉദ്യോഗസ്ഥരോടും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ പല വഴിപാടുകളും ശബരിമലയിലടക്കം പല ദേവസ്വം ക്ഷേത്രങ്ങളിലുമൊക്കെ നടത്തുന്ന സമയത്ത് റെസിപ്റ്റ് ഇല്ലാതെ നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഇത്തരം ഇൻഫോർമൽ വഴികളുണ്ടാവും. പല ഔദ്യോഗികമല്ലാത്ത അനൗദ്യോഗിക വഴികളിലൂടെ പോകണം. അതിലൊരു കക്ഷിയാണ് മുരാരി ബാബു എന്ന തരത്തിലുള്ളൊരു ആരോപണമുണ്ട്. നിലവിലത് ആരോപണം മാത്രമാണ്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ആനയെ എഴുന്നള്ളിക്കുന്നതും അതിൻ്റെ വഴിപാടിന് ആനയെ ഉപയോഗിക്കുന്നതും സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാനയെ ഒരു ദിവസം എഴുന്നള്ളിക്കുന്നതിന് അല്ലെങ്കിൽ അമ്പലത്തിലെ വഴിപാടുകൾക്ക് ഉപയോഗിക്കുന്നതിന് 15,000 രൂപയാണ് ദേവസ്വം ബോർഡ് ആനയുടമകൾക്ക് കൊടുക്കുന്നതെന്നിരിക്കട്ടെ. അതൊരു ദിവസത്തേക്ക് മുഴുവനാണ്. അപ്പോൾ ആ ദിവസം തന്നെ 2-3 വഴിപാടുകൾക്ക് ഈ ആനയെ ഉപയോഗിക്കും. ഇത് ദേവസ്വം ബോർഡ് അറിയാതെ 2-3 വഴിപാട് നടത്തുന്ന സ്പോൺസർമാരിൽ നിന്ന് പണം വാങ്ങും.
എന്നിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എത്രയാണ്? 15,000 രൂപ മാത്രമാണ്. ആ 15,000 രൂപ ദേവസ്വം ബോർഡ് ആന ഉടമകൾക്ക് കൊടുക്കും. ബാക്കി പണം ഈടാക്കിയിരുന്നോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതൊരു വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നതാണ്. പടിപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സ്പോൺസർമാരെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഈ മുരാരി ബാബു പുലർത്തിയിരുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതാണ് ആദ്യ ഭാഗം. മുരാരി ബാബുവിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ മുരാരി ബാബുവാണ് എങ്ങനെ ശബരിമലയിൽ ഒരു പ്രധാന തസ്തികയിലേക്ക് എത്തി. മുരാരി ബാബു ആദ്യം കോൺഗ്രസ് സംഘടനയിലായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം ദേവസ്വം റഫറണ്ടം വരികയും ആ ദേവസ്വം റഫറണ്ടത്തിൽ കോൺഗ്രസിന് അവിടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് വളരെ പെട്ടെന്ന് മുരാരി ബാബു ഇടതു സംഘടനയുടെ ഭാഗമാകുന്നതും ഇപ്പോൾ ഇടതു സംഘടനയുടെ സംഘടനാ പ്രവർത്തകനായി അദ്ദേഹം അവിടെ തുടരുന്നതും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം. ഇനി ശബരിമലയിൽ ഈ ദേവസ്വം പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് ചെയ്തത്? ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും SITയുടെ കണ്ടെത്തലിലുമുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, ദ്വാരപാലക ശില്പപാളികളിലെ ചെമ്പ് തകിടുകൾ 98-ൽ തന്നെ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് അറിയാമായിരുന്നിട്ടും 2019-ൽ വെറും ചെമ്പ് തകിടുകൾ എന്നെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശിക്കിട്ടുന്നതിന് വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്ക് നൽകി എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 2 കാര്യങ്ങൾ. ഒന്ന്, 98-ൽ തന്നെ വിജയമല്യ സ്വർണം പൂശിയതാണ് എന്ന് അന്ന് തന്നെ സർവീസിലുണ്ടായിരുന്ന മുരാരി ബാബുവിന് അറിയാമായിരുന്നിട്ടും മുരാരി ബാബു 2019-ൽ സ്വർണം പൂശിയത് എന്ന് തന്ത്രി എഴുതിയ ഭാഗം വിട്ടുകളഞ്ഞ് അവിടെ ചെമ്പ് തകിടുകൾ എന്നെഴുതി വെച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുരാരി ബാബു നൽകുന്ന വിശദീകരണം, അത് ബേസ് മെറ്റൽ അല്ലേ, ചെമ്പിലല്ലേ സ്വർണം പൂശിയത്, അപ്പോൾ പിന്നെ എങ്ങനെയാണത് ചെമ്പ് തകിടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ മുരാരി ബാബുവിനോടുള്ള ചോദ്യം, സ്വർണം പൂശിയ ചെമ്പ് തകിടുകളിൽ നിന്ന് സ്വർണം പൂശിയത് എന്ന് എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ്? അതും അത് സ്വർണം പാകിയതാണ്, അന്ന് പൂശിയതുമല്ല. അന്ന് സ്വർണം പാകിയ ഈ ചെമ്പ് പാളികളാണ്. അങ്ങനെ എഴുതേണ്ടതിന് പകരം സ്വർണത്തെ അവിടെ മറച്ചു വെച്ച് ചെമ്പ് തകിട് മാത്രമാക്കി മാറ്റി. ഒന്ന്. രണ്ടാമത്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്നതിനുള്ള ശുപാർശ സമർപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. ഈ ഗൂഢാലോചനയുടെ കിങ് പിൻ അഥവാ സൂത്രധാരൻ എന്ന് പറയുന്നത് മുരാരി ബാബുവാണ്. ഇതാണ് 2 കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ, ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 16/8/2024 ലഭിച്ച ഇമെയിലിന് ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് ബോർഡിലേക്ക് വീണ്ടും 2024-ൽ നിയമവിരുദ്ധമായ ശുപാർശ നൽകി ബോർഡിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2019-ൽ ബോർഡിന് ശുപാർശ നൽകി, അതിൽ ചെമ്പ് തകിടെന്ന് രേഖപ്പെടുത്തി. എന്നിട്ട് 2024-ൽ വീണ്ടും അതേ ദ്വാരപാലക ശില്പികൾ ഇപ്പോൾ പൂശാൻ കൊണ്ടുപോകുന്നതിനിടയാക്കിയ ഒരു നിർദ്ദേശം ഇതേ മുരാരി ബാബു ദേവസ്വം ബോർഡിന് കൊടുത്ത് പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ഇത്രയുമാണ് ഈ മുരാരി ബാബുവിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അറിയേണ്ടത്, മുരാരി ബാബു ഇതിനെത്ര പണം ഈടാക്കി, മുരാരി ബാബുവിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ഈ ക്രമക്കേടുകൾ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടോ, അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. പക്ഷേ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ കുരുക്കാതിരിക്കാനുള്ളൊരു സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഞാനതാണ് അത് വായിച്ചത്. അത് വായിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇതിങ്ങനെ വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിലേക്കു നൽകി എന്നുള്ളതാണ്. കാരണം ദേവസ്വം മാനുവൽ അനുസരിച്ച് ഈ ശബരിമലയിലെ ആണെങ്കിലും ദേവസ്വം ക്ഷേത്രങ്ങളുടെ ആണെങ്കിലും സ്വർണ്ണാഭരണങ്ങളുടെയൊക്കെ അവകാശം, കസ്റ്റോഡി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡല്ല. പകരം ആരാണ്? ദേവസ്വം കമ്മീഷണറാണ്. അപ്പോൾ ദേവസ്വം കമ്മീഷണർ എല്ലാ തിരുവാഭരണം അടക്കം എല്ലാ ആഭരണങ്ങളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് എടുക്കുന്നത് പോളിസിപരമായ ഡിസിഷൻസ് ആണ് ദേവസ്വം ബോർഡ് എടുക്കുക. അത് എടുക്കുന്നത് എങ്ങനെയാണ്? ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ശുപാർശ കൊടുക്കുക. ഇതെങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദേവസ്വം ബോർഡിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്താണ് ആ വഴി വെച്ചിരിക്കുന്നത്? വസ്തുതാവിരുദ്ധമായ ശുപാർശ ബോർഡിനു നൽകി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയായി? ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയായി. അതായത് പത്മകുമാറിനോ നിലവിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്ന മറ്റുള്ളവർക്കോ അതിനകത്തൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. പകരം അതിനകത്ത് ദേവസ്വം ബോർഡ് എന്ന കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂവെന്നും ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ചെയ്തതാവട്ടെ ഈ ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന വസ്തുതാവിരുദ്ധമായ ശുപാർശയിലാണ്. തിങ് ഇസ് വെരി ക്ലിയർ. നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ മന്ത്രിസഭയിൽ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? മന്ത്രിസഭ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. പകരം അതിന് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനെതിരെ വേണമെങ്കിൽ നടപടി എടുക്കേണ്ടി വരും. സമാനമായൊരു സാഹചര്യം ഇവിടെയും ഒരുങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം മുകളിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് എനിക്ക് സംശയമുണ്ട്. മറ്റു തെളിവുകൾ കണ്ടെത്താത്ത പക്ഷം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദേവസ്വം ബോർഡിലേക്ക് പോകാൻ കഴിയില്ല. രണ്ടാമത്തത്,
2024 അതേപോലെ തന്നെയാണ്. ആ ദേവസ്വം വിജിലൻസിന്റെ വാക്ക് ഇങ്ങനെയാണ്: ദ്വാരപാലക ശില്പങ്ങൾ അനുവദിക്കണമെന്ന് 2024 ബോർഡിലേക്ക് വീണ്ടും നിയമവിരുദ്ധമായ ശുപാർശ നൽകി ബോർഡിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബോർഡ് അതിനെ അതിജീവിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 2024 പ്രശാന്തിന്റെ ബോർഡ് മുരാരി ബാബു പറഞ്ഞത് കേട്ടില്ല, മുരാരി ബാബുവിനെതിരെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഈ നിലവിൽ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന വസ്തുതകൾ. ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഈ മുരാരി ബാബുവിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ അല്ലല്ല, പക്ഷേ SIT കണ്ടെത്തണം. SIT കണ്ടെത്തുന്നത് എന്താണ്? ഇതിനും അപ്പുറമുള്ള ഇടപാടുകൾ കണ്ടെത്തണം, ഇതിനപ്പുറമുള്ള തെളിവുകൾ കണ്ടെത്തണം. കാരണം ഇതെല്ലാം മൊഴികളാണ്. ഈ മൊഴികളാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നതും. ആ കണ്ടെത്തലുകളെ അതേപടി SIT പിന്തുടരുകയാണെങ്കിൽ കുരുക്ക് മുകളിലേക്ക് പോവില്ല. പക്ഷേ ഇത് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ ഞാൻ അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ മുരാരി ബാബുവിന് ഇത്ര വലിയ സ്വാധീനശേഷി അവിടെ ഉണ്ടാകാനുള്ള കാരണം അദ്ദേഹത്തിന് ലഭിച്ച പൊളിറ്റിക്കലായിട്ടുള്ള പാട്രണേജാണ്. രാഷ്ട്രീയമായിട്ടുള്ളൊരു സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, സാമുദായിക സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, ഒപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്, സ്പോൺസർമാരുടെ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടണം എന്ന് തന്നെയാണ്. അതേത് മുരാരിയാണെങ്കിലും പിടിക്കപ്പെടണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകണം. ഉത്തരവാദികൾ ഉണ്ടെങ്കിൽ ഈ മുരാരിക്കെതിരെ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ ചിത്രം കൂടി പുറത്തു വരണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ റിപ്പോർട്ട് ഏറ്റുമാനൂരിൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. നാളെ മുതലുള്ള റിപ്പോർട്ടുകളിൽ പ്രേക്ഷകർക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ടേക്ക് ഈസ് വെരി ക്ലിയർ. ഉന്നതരുണ്ടെങ്കിൽ കുടുങ്ങുക തന്നെ വേണം. കുരുക്ക് മുകളിലേക്കാണോ എന്നാണ് ചോദ്യം. സുജയ, കുരുക്ക് മുകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം മുരാരി ബാബു എന്ന് പറയുന്നത് ഒരു സ്രാവിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. മുരാരി ബാബു അല്ല സ്രാവ്, അതിനും മുകളിൽ ഒരു സ്രാവ് കൂടി ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കിങ് ഫിഷ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം മുരാരി ബാബുവിനെ. അതിനപ്പുറത്തേക്ക് സ്രാവിലേക്കും തിമിംഗലത്തിലേക്കും ഒക്കെ എത്തേണ്ടതുണ്ട്. യഥാർത്ഥ അമ്പലം വിഴുങ്ങി ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കായിരിക്കും മുരാരി ബാബു. കാരണം എന്തായാലും കുടുങ്ങി. മുരാരി ബാബുവിന്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കിയാൽ, മുരാരി ബാബുവിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കുടുങ്ങിയാൽ നിന്നെയും കൊടുക്കും, അതാണ് മുരാരി ബാബുവിന്റെ സ്റ്റാൻഡ് എന്നുള്ളത്. അദ്ദേഹം അംഗമായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഭാരവാഹിയായിരുന്ന, അദ്ദേഹം ഒരു സമുദായ സംഘടന എന്നാണ് താങ്കൾ പറഞ്ഞത്, അത് ഞാൻ വ്യക്തമായി തന്നെ പറയുകയാണ്. NSSന്റെ പെരുന്നകരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു. അതിൽ നിന്ന് അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനം ഒഴിയാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം തയ്യാറായത്. അപ്പോൾ അങ്ങനെ സമുദായ സംഘടനയുടെ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് സമുദായ സംഘടനയുടെ അധികൃതരെ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് G. സുകുമാരൻ നായരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായി മേനി നടിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ മുരാരി ബാബു ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. ഇപ്പോൾ G. സുകുമാരൻ നായർ സർക്കാരുമായി അടുത്തു നിൽക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം G. സുകുമാരൻ നായരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ സർക്കാർ നിലപാട് മാറ്റുമ്പോൾ അതിനനുസരിച്ച് NSSും NSSന്റെ നിലപാട് മാറ്റുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തതാണ്. അപ്പോഴൊക്കെ മുരാരി ബാബു അവിടെ പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇരിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടെ ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് നേരത്തെ ഡോക്ടർ അരുൺ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രം നടത്താമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എല്ലായിടത്തും ചെമ്പുപാളി എന്ന് എഴുതി വെക്കുന്നത് മനഃപൂർവ്വമാണ് എന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മനഃപൂർവ്വം ചെയ്തത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. തിരിച്ചായിരിക്കാനാണ് സാധ്യത. അതായത് മുരാരി ബാബു ആയിരിക്കും മാസ്റ്റർ ബ്രെയിൻ. മുരാരി ബാബുവിനാണല്ലോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗാർഡ് ആയിരുന്നപ്പോൾ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി 2019 ഇരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായി 2024 ഇരിക്കുമ്പോൾ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ സന്നിധാനത്ത് ശ്രീകോവിലിൽ അവിടെയുള്ള വസ്തുവകകളുടെ ക്രയവിക്രയത്തിൽ എല്ലാം അപ്പർ ഹാൻഡ് ഉള്ളത് ആർക്കാണ്? മുരാരി ബാബുവിനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ സീനിലേക്ക് എൻ്റർ ചെയ്തിട്ട് 10 വർഷത്തിൽ താഴെ മാത്രമായ ആളാണെങ്കിൽ 30 വർഷത്തിലധികമായി ഈ ഒരു എൻറ്റയർ സീനിൽ ഒരു ഡോമിനൻസ് ഉള്ള ആളായി നിൽക്കുന്ന മുരാരി ബാബു ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തൊട്ടുമുകളിലുള്ള ഒരു ലെയർ എന്ന് വേണം ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ചെന്നൈയിൽ പാളിയെത്താൻ വൈകിയത് ഈ പറയുന്ന ആൾക്ക്, അതായത് മുരാരി ബാബുവിന് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT പിടിച്ചെടുത്തിരിക്കുന്ന രേഖകളൊക്കെ പരിശോധിച്ചാലും അതിലൊന്നും ഈ എൻട്രി ഒന്നും ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. കാരണം എൻട്രികൾക്കൊക്കെ എപ്പോഴും ഒരു വിരുദ്ധമായ നിലപാടെടുക്കുന്ന ആളാണ് മുരാരി ബാബു എന്നുള്ളത് അദ്ദേഹം സേവനമനുഷ്ഠിച്ച എല്ലായിടങ്ങളിലുമുള്ള ആളുകൾ പറയുന്ന കാര്യമാണ്. പലരും ക്യാമറയ്ക്ക് മുന്നിലേക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വരാൻ പോവുകയാണ്. നമ്മൾ ആ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ മുരാരി ബാബുവിൽ നിന്ന്, അതായത് കൃത്യമായി കണ്ണികളിൽ നിന്ന് കണ്ണികളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് SIT എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അന്വേഷണം എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമോ അല്ലെങ്കിൽ അത് തടയപ്പെടുമോ എന്നതിലും ഞാൻ സംശയിക്കുന്നുണ്ട്. അതിന്റെ കാരണം മുരാരി ബാബുവിൽ നിന്ന് ഇനി പോകേണ്ടത് പൊളിറ്റിക്കൽ മാസ്റ്റർ ബ്രെയിൻസിലേക്കാണ്. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ആ പൊളിറ്റിക്കൽ മാസ്റ്റർ മൈൻഡ് അങ്ങനെ ഒരാളുണ്ട്. അങ്ങനെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഗോഡ്
ഫാദേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിലേക്കൊക്കെ അന്വേഷണം നീണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ സ്വർണ്ണപ്പാളി മാറും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്വർണം പതിപ്പിക്കുന്ന, അതായത് സ്വർണം പൊതിയുകയല്ല, സ്വർണം പതിപ്പിക്കുന്ന ആ പ്രവൃത്തി നടക്കുമ്പോൾ ആ പ്രവൃത്തി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടപ്പാക്കിയത് എന്നത് കൃത്യമായി മനസ്സിലാക്കുകയോ ചെയ്ത ഒരാൾ എന്ന് പറയുന്നത് ഈ മുരാരി ബാബുവാണ്. ആ മുരാരി ബാബുവിന് ഈ ദ്വാരപാലക പാളികൾ, ശ്രീകോവിൽ, അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ മേൽക്കൂരയടക്കം പരിശോധിച്ച് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരും. അടിച്ചുകൊണ്ടുപോയത് ഇത്ര മാത്രമാണോ, പൂർണ്ണമായ ഒരു അമ്പലം വിഴുങ്ങിയാണ് മുരാരി ബാബു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു സാഹചര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സർവീസിലിരുന്ന എല്ലാ ഇടങ്ങളിലും എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ നടത്താൻ മുരാരി ബാബു ശ്രമിച്ചിട്ടുണ്ട്. ആ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ അയ്യപ്പൻ ആയതുകൊണ്ടും ശബരിമല ആയതുകൊണ്ടും ഇത് ഇത്രയും ചർച്ചയാകുന്നതാണ്. അതിനു മുൻപ് പറ്റിക്കാൻ നോക്കിയത് ഏറ്റുമാനൂരപ്പനെയാണ്, അപ്പോൾ വൈക്കത്താണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം എവിടെയൊക്കെ സർവീസിലിരുന്നോ അവിടെയൊക്കെ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളിന്മേൽ ദേവസ്വത്തിന് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഈ വ്യാജരേഖ ഉണ്ടാക്കി എന്നതായിരിക്കും ഇപ്പോൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെതിരെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കേസിൽ നിൽക്കാൻ പോകുന്ന ഒരു കാര്യം അതായിരിക്കും. കാരണം വ്യാജരേഖയാണ് കൊടുത്തിരിക്കുന്നത്. ആ വ്യാജരേഖ എന്ന് പറയുന്നത് വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുമുണ്ട് എന്നതാണ്. ഇപ്പോൾ നിലവിൽ സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ മുരാരി ബാബു അതിന് മുൻപ് ചെയ്ത കുറ്റകൃത്യത്തിൽ എന്താണ് ചെയ്തത് എന്നതുകൂടി നമ്മൾ പരിശോധിച്ചു പോകണം. മുരാരി ബാബുവിന് 2022 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തതാണ്. 2022, അതായത് 2019 ജൂൺ 17 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ മുരാരി ബാബു ഒരു കുറിപ്പ് നൽകുന്നത്. ആ കുറിപ്പിലാണ് പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ആദ്യമായി നടത്തുന്നത് 2019 ജൂൺ 17 അപ്പോൾ ഈ ശ്രീകോവിലിലും ദ്വാരപാലക പാളികളിലും ഒക്കെ പതിപ്പിച്ചിരിക്കുന്നത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാം എന്ന് പറഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുത്ത രേഖ അതിപ്പോൾ SITയുടെ പക്കലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വിജയമല്യ പതിപ്പിച്ച സ്വർണത്തിന്റെ അളവടക്കം, ഓരോ പാളിയിലുമുള്ള സ്വർണത്തിന്റെ അളവടക്കം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഇത്. അതിനുശേഷം മറ്റ് ഈ മേൽക്കൂര അടക്കമുള്ള കാര്യങ്ങൾ അത് അവിടെ നിന്ന് ഇളക്കിയോ എന്നുള്ളത് വ്യക്തമല്ല. അതിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ആകെ പൊതിഞ്ഞ പതിപ്പിച്ച സ്വർണത്തിന്റെ അളവ് മാത്രമാണ് നമുക്കറിയാവുന്നത്. ഇപ്പോൾ അവശേഷിക്കുന്ന സ്വർണം എത്രയാണ് എന്നത് സംബന്ധിച്ച ഒരു ക്ലാരിറ്റി അത് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ വസ്തുതാന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ. മേൽക്കൂര അടർത്തിയെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മേൽക്കൂരയിലെ സ്വർണ്ണപ്പാളികളും അടർത്തിയെടുത്തിട്ടുണ്ടോ എന്നതിലേക്ക് അടക്കം അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇനി തിരിച്ച് ഏറ്റുമാനൂരിലേക്ക് വരാം. ഏറ്റുമാനൂരിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ട് 2022 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിഞ്ഞ 3 വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ല. അന്ന് പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണമെന്നാണ്. ഈ കഴിഞ്ഞ 3 വർഷമായിട്ടും ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത അത് മുൻപ് സർവീസിലിരുന്ന്, അതായത് ഒരു ദേവസ്വത്തിലേക്ക് ഒരു ഗാർഡായി വന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായി പ്രൊമോഷൻസിലൂടെ കടന്നുപോയ ഒരാൾക്ക് ശമ്പളമാണ് ഏക വരുമാനം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റു രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നല്ല ദേവസ്വം ബോർഡെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോ തട്ടിലേക്ക് എത്തുമ്പോഴും ഉയരുന്ന ശമ്പളം അനുസരിച്ച് മാത്രം വരുമാന വർധന ഉണ്ടാകേണ്ട ഒരു വ്യക്തിക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു കൂടിയിരിക്കുന്നത് എത്രയാണ് അത് ഓഡിറ്റ് ചെയ്യണം എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് 2022 വിജിലൻസ് ആണ് റിപ്പോർട്ട് കൊടുത്തത്. ഇതേ പിണറായി സർക്കാരിന്റെ കാലത്ത്, 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2022 കൊടുത്ത റിപ്പോർട്ട് അതവിടെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിന്മേൽ ഓഡിറ്റ് നടന്നിട്ടില്ല. ആ ഓഡിറ്റ് നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ആരാണെന്ന് സഹായിച്ചത്? ആ ചോദ്യം അവിടെ നിൽക്കുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് ഉത്തരം പറയണം. കാരണം PS പ്രശാന്ത് 2023 ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അന്ന് കൊടുത്ത റിപ്പോർട്ട് എന്തുകൊണ്ട് അവഗണിച്ചു? അന്ന് മുരാരി ബാബുവിനെ എന്തിന് സംരക്ഷിച്ചു? ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകണം. കാരണം നേരത്തെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഭാഗമായിരുന്നു മുരാരി ബാബുവെങ്കിൽ അതിന് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പുറത്തേക്ക് ചാടി ഇടത് സംഘടനയുടെ ഭാഗമായി നിൽക്കുകയായിരുന്നു മുരാരി ബാബു. അതുകൊണ്ട് കിട്ടിയ ഒരു സംരക്ഷണം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇവിടെ ശ്രീകോവിലെ അഗ്നിബാധ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചല്ലോ. 2021 ജനുവരി 17 ഈ അഗ്നിബാധയുണ്ടായപ്പോൾ നടത്തിയ പരിഹാരക്രിയ അതും നമ്മൾ പറഞ്ഞു പോകണം. വെറും വഴിപാടുകളല്ല ഡോക്ടർ അരുൺ. പരിഹാരക്രിയയുടെ ഭാഗമായി 1000 കുടം അഭിഷേകം അടക്കമുള്ള വിശ്വാസികൾ വളരെ വിശ്വാസത്തോടെ നടത്തുന്ന വഴിപാടുകളാണ്. ആ വഴിപാടുകളിലടക്കം കൃത്രിമം കാണിച്ചയാളാണ് മുരാരി ബാബു. എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും അയാളെ വീണ്ടും വീണ്ടും സംരക്ഷിച്ച് പദവികൾ കൊടുത്ത് ഉയർത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല. കാരണം രസീത് വാങ്ങാതെ പണം നൽകി എഴുന്നള്ളത്തോ അല്ലെങ്കിൽ എപ്പോൾ
എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യങ്ങളല്ല. ഓരോ തവണയും ഈ പ്രശ്നം വെക്കുന്നു, എന്നിട്ട് പരിഹാരക്രിയയാണെന്ന് പറയുന്നു, പിരിക്കുന്നു. നല്ല പിരിവാണ് നടത്തിയത്. ഒരു ഒന്നാം തരം പിരിവുകാരനായിരുന്നു മുരാരി ബാബു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നിട്ടും ഇയാളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ മുരാരി ബാബുവിന് ഈ സ്മാർട്ട് ക്രിയേഷൻസുമായുള്ള ബന്ധവും അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടതുണ്ട്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുമ്പോഴാണ് 2024 ഒക്ടോബർ 10 മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയച്ചത്. ഇവർ തമ്മിൽ കത്തിടപാട് നടന്നിട്ടുണ്ട്. അതും SIT പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തന്ത്രി കൊടുത്ത ഒരു കത്തുകൂടിയുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവരന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വിശദീകരണ കുറിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൽ രാജീവർ പറഞ്ഞിരിക്കുന്നത് മുരാരി ബാബു എന്നെ സ്വർണം മങ്ങി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് തന്ത്രിക്ക് പൂർണ്ണബോധ്യം ഉണ്ടായിരുന്നില്ല സ്വർണം മങ്ങിയോ, എങ്ങനെ മങ്ങും, കാരണം സ്വർണം പതിപ്പിച്ചതല്ലേ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും മുരാരി ബാബുവിനെ വിശ്വാസത്തിൽ എടുക്കുകയായിരുന്നു. അപ്പോൾ മുരാരി ബാബുവിന് കൃത്യമായിട്ടുള്ള മേളിൽ നിന്നുള്ള സഹായം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയാണോ ചെയ്തത് അതോ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ എന്നതിലൊരു വ്യക്തത വരുത്തണം. കാരണം ഒരു കള്ളനെ സംരക്ഷിച്ച കള്ളന് കൂട്ടുനിന്നവരും കുടുങ്ങേണ്ടതാണ്. തുരിക്ക് മുകളിലേക്കാണോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.